നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 18ാമത്തെ അടവെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുറഞ്ഞു പോകും അല്ലെ. ഒരു 28ാമത്തെ അടവ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇനി എത്ര അടവെടുത്താലും പിണറായി വിജയന്റെ 3.0 എന്ന ഒരു ആഗ്രഹം അല്ലെങ്കിൽ സ്വപ്നം അത് പകൽ കിനാവായി തന്നെ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് പറയുന്നതായിരുന്നു കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ദിനങ്ങളിൽ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഫലം പുറത്തു വരികയും ഇത്രയും നാളും ഈ കീഴടക്കിയിരുന്ന പല മണ്ഡലങ്ങളും നിഷ്പ്രയാസം ജനങ്ങൾ ഇവരെ തള്ളിക്കളയുകയും ചെയ്തതോടുകൂടി ഒരു കേരളം എന്ന മുഴുവനായുള്ള സംസ്ഥാനത്തോട് എങ്ങനെയായിരിക്കുമോ പ്രതികരിക്കാൻ, ഞങ്ങൾ ഇങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന് മുഖ്യമന്ത്രിക്ക് പറഞ്ഞു വെക്കുന്നതായിരുന്നു ഏറ്റവും ഒടുവിലെ തദ്ദേശ തെരഞ്ഞെടുപ്പ്. അപ്പോൾ നിക്കക്കള്ളിയില്ല, എങ്ങനെയെങ്കിലും വിജയിച്ചേ പറ്റൂ. ജനങ്ങൾക്കിടയിലേക്ക് ഈ ശബരിമല കൊള്ളയൊക്കെ തന്നെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് മാറ്റിമറിക്കാൻ വേണ്ടി ഇനി എന്തൊക്കെ കൊണ്ടുവരാൻ കഴിയുമെന്ന് മുഖ്യമന്ത്രി ആലോചിച്ചപ്പോഴാണ് ആരോ ഒരാൾ മുഖ്യമന്ത്രിയോട് നടത്തിയ ഒരു സാരോപദേശത്തിന്റെ ഒരു ഉത്തരമായിരുന്നു പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള പുതിയ നീക്കം. ഇതാ ബിഗ് ബ്രേക്കിംഗ് വന്നു കഴിഞ്ഞു, പ്രതിപക്ഷ നേതാവിനെ ഇതാ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമെന്നൊക്കെ തന്നെ പറയാൻ ഇവർ പരമാവധി ശ്രമിച്ചു. പക്ഷെ കഴിഞ്ഞില്ല. കാരണം എന്താണ്? നമ്മുടെ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും ഒരു പ്രതികരണം നടത്താതെ പോകാത്ത ഒരാളാണ്. പ്രത്യേകിച്ചും അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള വിമർശനങ്ങളും അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങളോ വരുമ്പോൾ മറ്റ് പലരും കാണിക്കുന്നത് പോലെ മിണ്ടാതെ ഉരിയാടാതെ പോകുന്ന മട്ട് തൽക്കാലം വി ഡി സതീശൻ ഇല്ല. അത് നമ്മൾ എല്ലാവരും കണ്ടതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. വി ഡി സതീശൻ കൃത്യമായി തന്നെ ഇതിനെതിരെയുള്ള അഭിപ്രായം പറയുക. അദ്ദേഹം പറയുന്നത് CBI അല്ല, ഇന്റർപോൾ വരട്ടെ, നമ്മൾ നേരിടുമെന്ന് കൃത്യമായി തന്നെ അദ്ദേഹം പറയുകയാണ്. അതായത് അടപടലം ഇവർ നാറിപ്പോയി എന്ന് വേണം പറയാം. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ, കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വരികയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിൽ കൃത്യമായി തന്നെ രാഹുൽ അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ വിശദീകരിക്കുന്നുമുണ്ട്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട ക്രമക്കേടിൽ CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്തതിൽ പ്രതികരണവുമായി പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിൽ വരികയാണ്. വി ഡി സതീശനോട് എനിക്കും നിങ്ങൾക്കും യോജിക്കാം, വിയോജിക്കാം, എതിർക്കാം, അനുകൂലിക്കാം, അതൊക്കെ തുടരുകയും ചെയ്യാം. പക്ഷേ അതിന്റെ പേരിൽ പുനർജനി പോലെ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഒരു പദ്ധതിയെ എതിർക്കുന്നത് ജനവിരുദ്ധമാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് രാഹുലിന്റെ ഈ പ്രതികരണം വരുന്നത്. ക്രിസ്മസ് ദിനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോസ്റ്റ് ഇട്ടു. അതിനുശേഷം പിന്നെ രാഹുൽ വേറെ മറ്റു പോസ്റ്റുകളൊന്നും തന്നെ ഇട്ടിരുന്നില്ല. പലതരത്തിലുള്ള രാഷ്ട്രീയ വിവാദങ്ങൾ വന്നപ്പോഴും അദ്ദേഹം അതിനെക്കുറിച്ചുള്ള പോസ്റ്റുകൾ ഇട്ടിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഇവിടെ വി ഡി സതീശനെ സോപ്പിടാൻ വേണ്ടിയിട്ടാണോ എന്നും പലരും ചോദിക്കുന്നുണ്ട്. സോപ്പിടാനാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹം പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നമുക്ക് അദ്ദേഹത്തിനോട്, അതായത് വി ഡി സതീശൻ എന്ന വ്യക്തിയോട് വിയോജിക്കാൻ, എതിർക്കാം, പക്ഷെ അദ്ദേഹം നടത്തി വരുന്ന പുനർജനി എന്ന മനുഷ്യനെ പെടുത്തുന്ന അല്ലെങ്കിൽ മനുഷ്യനെ ചേർത്ത് നിർത്തുന്ന, മനുഷ്യനെ ഏറ്റവും അടുത്ത് നിർത്തുന്ന ഇത്രയും നല്ല പദ്ധതികളെ അദ്ദേഹത്തിനോടുള്ള വൈരാഗ്യത്തിലോ ദേഷ്യത്തിന്റെ പുറത്തോ അത് നിർത്തിവെക്കുന്നത് ശരിയല്ല എന്നതാണ് പ്രതികരണം. പുനർജനിയിൽ ആദ്യമായി അന്വേഷണം ആവശ്യപ്പെട്ടത് വി ഡി സതീശൻ തന്നെയാണെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത്. ഒന്നാം വിജയൻ സർക്കാരിന് എതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിന് പ്രതിരോധം എന്ന നിലയിൽ പുനർജനി പദ്ധതിക്ക് എതിരായി ആരോപണം CPM ഉന്നയിച്ചു. ആ ആരോപണത്തിന് മറുപടിയായി വി ഡി സതീശൻ പറഞ്ഞത് ഏത് അന്വേഷണ ഏജൻസി വേണമെങ്കിലും അന്വേഷിക്കട്ടെ, ആ അന്വേഷണത്തിന് ഒടുവിൽ കേരളത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പുനരുജ്ജീവന പദ്ധതിയെ പറ്റി നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടും എന്നാണ് രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചത്. അതായത് ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം നമുക്ക് നോക്കാം. പുനർജനിയിൽ ആദ്യമായി അന്വേഷണം ആവശ്യപ്പെട്ടത് ശ്രീ വിജയൻ സർക്കാരാണോ? അല്ല. BJP ആണോ? അല്ല. അത് ശ്രീ വി ഡി സതീശൻ തന്നെയാണ്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിന് എതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിന് പ്രതിരോധം എന്ന നിലയിൽ പുനർജനി പദ്ധതിക്ക് എതിരായി ആരോപണം CPM ഉന്നയിച്ചു. ആ ആരോപണത്തിന് മറുപടിയായി ശ്രീ വി ഡി സതീശൻ പറഞ്ഞത് ഏത് അന്വേഷണ ഏജൻസി വേണമെങ്കിലും അന്വേഷിക്കട്ടെ, ആ അന്വേഷണത്തിന് ഒടുവിൽ കേരളത്തിൽ നടപ്പാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പുനർജീവന പദ്ധതിയെ പറ്റി നിങ്ങൾക്ക് റിപ്പോർട്ട് കിട്ടും എന്നാണ്. പുനർജനി കേവലമായ ഒരു ഭവന നിർമ്മാണ പദ്ധതി മാത്രമല്ല, അതൊരു പുനരധിവാസ പദ്ധതിയാണ്. 200-ൽ പരം പുതിയ വീടുകളും 100-ൽ പരം വീടുകളുടെ അറ്റകുറ്റപ്പണിയും മാത്രമല്ല, കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസവും വരുമാനമില്ലാത്ത മനുഷ്യർക്ക് പശുവും ആടും തൊട്ട് തയ്യൽ മെഷീനുകൾ വരെ കൊടുക്കുന്ന സമഗ്ര പദ്ധതിയാണ്. ശ്രീ വി ഡി സതീശനോട് എനിക്കും നിങ്ങൾക്കും യോജിക്കാം, വിയോജിക്കാം, എതിർക്കാം, അനുകൂലിക്കാം, അതൊക്കെ തുടരുകയും ചെയ്യാം. പക്ഷേ അതിന്റെ പേരിൽ പുനർജനി പോലെ മനുഷ്യരെ ചേർത്ത് നിർത്തുന്ന ഒരു പദ്ധതിയെ എതിർക്കുന്നത് ജനവിരുദ്ധം തന്നെയാണ്. അതേസമയം എന്തു വന്നാലും രാഷ്ട്രീയമായി നേരിടുമെന്നായിരുന്നു പുനർജനി പദ്ധതിയുമായി ബന്ധപ്പെട്ട തനിക്കെതിരെ CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ ചെയ്തതിനോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചത്. 1 വർഷം മുൻപത്തെ ശുപാർശയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇപ്പോൾ പുറത്തു വന്നത് തെരഞ്ഞെടുപ്പ് ആയതിനാലാണെന്നും
പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം വന്നു. ഈ കേസ് നേരത്തെ ഒരു വട്ടം അന്വേഷിച്ചതാണ്. ഇത് നിലനിൽക്കുന്നതല്ലെന്നും അന്ന് വിജിലൻസ് തന്നെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചതെന്നും ഇത് നിയമപരമായി നിലനിൽക്കില്ല എന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കേരള സർക്കാർ ബി.ജെ.പിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് എന്ന് ഷാഫി പറമ്പിൽ എം.പി. ആരോപിച്ചു. കുവൈത്തിൽ നടന്ന KMCC കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബി.ജെ.പിയിൽ ചേർന്നില്ലെങ്കിലും ബി.ജെ.പിക്ക് വേണ്ടി ഭരിക്കുന്ന സർക്കാരായി കേരള സർക്കാർ മാറിയെന്നും ഇത് ജനങ്ങൾക്ക് ബോധ്യമായ സാഹചര്യമാണ് നിലവിലുള്ളതെന്നും ഷാഫി പറമ്പിൽ പറയുകയും ചെയ്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിലപാടുകൾ ബി.ജെ.പിയുടെ നിലപാടുകളായി മാറുകയാണെന്നും അമിത്ഷായും നരേന്ദ്രമോദിയും ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി അംഗീകരിക്കാൻ തയ്യാറാണെന്ന് സർക്കാർ പ്രഖ്യാപിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ നിയമനം, PM ശ്രീ വിഷയങ്ങൾ തുടങ്ങിയവയിൽ സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ CPM-നകത്ത് തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് എന്ന് ഷാഫി ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്തായാലും നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ ദീർഘമായ പോസ്റ്റിന് പിന്നാലെ തന്നെ കൃത്യമായി തന്നെ ഒരു അനവധി കമന്റുകൾ കൂടി വരുന്നുണ്ട്. അത് നമുക്ക് കണ്ടില്ല എന്ന് നടിക്കാൻ സാധിക്കുകയില്ല. 1 മണിക്കൂർ മുമ്പാണ് ഏകദേശം 2000-ൽ പരം കമന്റുകളാണ് അദ്ദേഹത്തിന് വരുന്നത്. രാഹുൽ, നീ ഒരു ഹീറോ തന്നെ. അന്നും ഇന്നും കൂടെ നിന്നവർ പോലും തള്ളിപ്പറഞ്ഞിട്ടും ഒറ്റ കൊടുത്തിട്ടും നീ അവരെ ഇന്നും ചേർത്ത് പിടിക്കുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞ നല്ല ഒന്നാന്തരം തന്തയ്ക്ക് പിറന്നവൻ തന്നെ എന്നൊക്കെ തന്നെ വലിയ കമന്റുകളൊക്കെ തന്നെ വരുന്നുണ്ട്. എന്തായാലും മറ്റൊരു കമന്റ് നോക്കുകയാണെങ്കിൽ, പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുത്ത അതിനാണ് കേസ്, പാവങ്ങളെ ചേർത്ത് പിടിച്ചു, എന്ത് അസംബന്ധമാണ് ഈ കേസ്. 750 കോടി വയനാട്ടിൽ ദുരിതാശ്വാസം ജനം നൽകി, ഒരാൾക്ക് 2 കോടി കൊടുക്കാം, അത് നൽകാതെ 15 ലക്ഷം ചെലവ് വരുന്ന വീടുകൾ 35 ലക്ഷത്തിൽ നിർമ്മിക്കുന്ന സർക്കാർ ഈ കേസ് CBIക്ക് വിടുന്നത് സത്യത്തോടുള്ള വെല്ലുവിളിയാണ്. സതീശനോട് കളിച്ചാൽ പിണറായി കുടുംബത്തോടെ വിവരം അറിയും. 100 ദിവസം കഴിയുമ്പോൾ അയാൾ മുഖ്യമന്ത്രിയാണ് എന്ന കാര്യം ഓർത്താൽ നല്ലത്. ഈ കേസ് ജനത്തെ ഒരു തരത്തിലും സ്വാധീനിക്കില്ല. ബംഗാളി വോട്ടുകൾ മോദിജി SIR-ലൂടെ വെട്ടി എന്ന കാര്യം ഓർത്തിരിക്കണം. കേസെടുത്താൽ കോൺഗ്രസിൽ ഭിന്നിപ്പ് ഉണ്ടാകും എന്നാണ് CPM കരുതുന്നത്. സതീശൻ എങ്ങനെയാണ് വിജയം സൃഷ്ടിക്കുന്നത് എന്ന് കോൺഗ്രസ് പ്രവർത്തകർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വി.ഡി. സതീശൻ ഐക്യദാർഢ്യം എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി കമന്റുകൾ വരുന്നു. സർക്കാരിന്റെ ജനദ്രോഹവും ശബരിമല സ്വർണ്ണക്കൊള്ളയും ജട്ടിക്കേസും പരാജയവും മറച്ചുപിടിക്കാൻ ഒരായുധമാണ് പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഇത്തരത്തിലുള്ള അന്വേഷണങ്ങളും കേസെടുപ്പുകളും. ഈ വിഷയത്തിൽ ചാനൽ ചർച്ചകളിലും പൊതുസംവാദങ്ങളിലും രാഹുലിന്റെ അഭാവം പാർട്ടിക്കൊരു നഷ്ടം തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. ആ നഷ്ടം ദിനംപ്രതി കാണുകയാണ്. രാഹുൽ വിഷയത്തിൽ പാർട്ടി പുനർചിന്തനം നടത്തണമെന്നും പ്രത്യാശ്വസിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പ്രിയ രാഹുൽ, താങ്കൾ നല്ലൊരു നേതാവാണ്. ഇനി പാർട്ടി ടിക്കറ്റ് ഇല്ല എങ്കിൽ പോലും ഇലക്ഷന് നിന്നാൽ വൻ ഭൂരിപക്ഷത്തോടെ താങ്കൾ ജയിക്കും. കാരണം എന്തൊക്കെ ഉഡായിപ്പ് ആരൊക്കെ കൊണ്ടുവന്നാലും കേരള ജനമനസ്സുകളിൽ താങ്കൾക്ക് സ്ഥാനമുണ്ട്. അത് എല്ലാം പാർട്ടിക്കാർക്കും അറിയാം. താങ്കളെ മറ്റുള്ളവർ ഭയപ്പെടുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ്, അതിന്റെ ഭാഗമായി ആണ് താങ്കൾക്കെതിരെയുള്ള പ്രചരണങ്ങൾ. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. കേരള ജനത താങ്കൾക്കൊപ്പമുണ്ട്. ധൈര്യമായി മുന്നോട്ട് പോകുക. ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ധാർമ്മികതയുടെ ഈ അപ്പോസ്തലൻ ആണെങ്കിൽ വി.ഡി. സതീശൻ MLA സ്ഥാനം രാജിവെച്ച് അന്വേഷണം നേരിടട്ടെ. അല്ല, രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് മനസ്സിലാക്കി അയാളെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്ത് സർക്കാരിന്റെ അധികാര ദുർവിനിയോഗത്തിനെതിരെ ജനലക്ഷങ്ങളെ ഒന്നിച്ചു നിർത്തി പോരാടട്ടെ എന്ന് പറയുന്നുണ്ട്. ഇനി മറ്റൊരു കമന്റ് കൂടി നോക്കുകയാണെങ്കിൽ, ഇലക്ഷൻ സമയമാകുമ്പോൾ സ്വന്തം പിന്നിലിട്ട് കൊള്ളിക്കാൻ ഓരോ റിപ്പോർട്ടുകൾ വന്നോളും. LDFന്റെ പെട്ടിക്ക് അടിക്കാൻ അവർ തന്നെ ആണി എടുത്തു കൊടുക്കുന്നു. സുന്ദരമായ കാഴ്ച. 259 കുടുംബങ്ങളെ VDS ചേർത്ത് നിർത്തിയ പദ്ധതിയാണിത്. ഇതുമായി പോയാൽ സഖാക്കളുടെ കളസം പതിവ് പോലെ കീറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും CPM-ന്റെ കളസം ഇതാ രാഹുൽ മാങ്കൂട്ടത്തിൽ കീറി എറിഞ്ഞിരിക്കുകയാണ് എന്ന് വ്യക്തമാവുകയാണ്.